ഹ്യുണ്ടായി വെർണ. മക്കളെ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഹൃദയം തുറന്ന് കേൾക്കണേ. കാരണം നിങ്ങൾ നന്നാവാൻ സാധ്യതയുള്ളൂ. വളർന്നു വന്ന ഒരാളെ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റുമെങ്കിൽ നന്നാവാം, നമുക്കൊക്കെ പറ്റുമെങ്കിൽ നന്നാവാം. മക്കളിത് മര്യാദയ്ക്ക് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ നന്നായി പോയേക്കാം. സംഭവം ഇങ്ങനെയാണ്. 2019 ഹ്യുണ്ടായി വെർണ 7 ലക്ഷത്തിൻ്റെ വണ്ടി, 8 ലക്ഷത്തിൻ്റെ വണ്ടി. ഞാൻ പുത്തൻ വണ്ടി എടുക്കുന്നു. ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നു. എനിക്ക് അത്യാവശ്യം തിരക്ക്. ഞാൻ കുത്തിക്കറ്റി പോവാ. നമ്മളൊക്കെ റോഡിൽ ചെയ്യണം. ഒരു ബൈക്കാരൻ സൈഡിൽ കൂടെ പോകുന്നു. എനിക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ചെയ്താൽ ആ ലൈനിലോട്ട് കയറാം. ഞാൻ അയാളുടെ സൈഡിൽ കൂടെ ഒറ്റ എടുക്കലെടുത്തു. അയാളുടെ വണ്ടിയുമ്പോൾ മുട്ടിയില്ല. അയാളിങ്ങനെ വീഴാൻ പോയി. അയാൾ ഉറക്കം ചോദിച്ചു, നീ നിന്റെ അമ്മേനെ കെട്ടിക്കാനാണോ പോണേ? ഞാനൊന്ന് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നുണ്ടോ. നന്മ മരമാണ് ഞാൻ. പക്ഷെ അയാൾ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. സ്വാഭാവികമായിട്ട് ആദ്യന്റെ മനസ്സിലൊന്ന് ഈ വിൻഡോ നോക്കിട്ട്, അതെ എന്തേ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 1 2 വണ്ടി ഇങ്ങനെ പെട്ടെന്ന് തുറന്നിട്ട്, ചേട്ടാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? 2 ഇതൊക്കെയാണ് മാസ് അല്ലേ? അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എന്താടാ എന്തേ? 3. പക്ഷെ ഞാൻ കുറച്ചു കാലമായി ക്ഷമയെക്കുറിച്ചും മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വീഡിയോസ് ചെയ്യുന്നു. എന്നെ അറിയുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ അമ്മയെ വിളിച്ചാൽ തിരിച്ച് അമ്മയ്ക്ക് വിളിക്കണോ, അടിക്കണോ, അതോ അവന് മാപ്പ് കൊടുക്കണോ? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ഞാൻ ആലോചിച്ചു. ഞാനല്ലേ കുത്തിക്കയറ്റി എടുത്തത്? എനിക്ക് തിരക്കുണ്ട്. അവൻ്റെ വണ്ടിയുമ്പോൾ മുട്ടിയില്ല എങ്കിലും ഞാനല്ലേ തെറ്റ് കാണിച്ചത്? എനിക്ക് പറയാം, നിന്റെ വണ്ടിയുമ്പോൾ മുട്ടിയോ? ഇല്ലല്ലോ, എന്നാ ചിലക്കണ്ട. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഇതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തലയിൽ ഇങ്ങനെ പാലിക്കൊണ്ടിരിക്കുക. തെറി പറയണോ, ക്ഷമിക്കണോ? അടുത്ത സിഗ്നലിൽ ആ മനുഷ്യൻ്റെ വണ്ടിയുടെ പുറയിൽ കാണാം. അയാൾ എപ്പോഴും ഇത് വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഗ്ലാസ് ഇങ്ങനെ താത്തി വലത് കൈ ഉയർത്തി അയാളെ ചൂണ്ടിട്ട് ഒരു ചേട്ടാ സോറി ചേട്ടാ. അപ്പൊ ആ മനുഷ്യൻ ഹെൽമെറ്റിന്റെ വൈസർ പൊട്ടിയിട്ട് മോനെ സോറി. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് മനുഷ്യൻ. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിക്കി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്താട്ടോ 2 അടി ഉണ്ടായാൽ നാളത്തെ പത്രത്തിൽ വാർത്ത വരും, യുവ മോട്ടിവേഷണൽ സ്പീക്കർ കൊല്ലപ്പെട്ടു. വണ്ടി സൈഡ് കൊടുക്കാത്തതിനിടെ ഉണ്ടായ വാക്ക് തർക്കത്തിലാണ് സംഭവം നടന്നത്. അയാൾ തട്ടിക്കയറുകയായിരുന്നു. സംഭവം അവസാനം കത്തിക്കുത്തില്ല. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ പത്രം എടുത്ത് നോക്ക്. ചപ്പാത്തി ചൂടാവാത്തതിന്റെ പേരിൽ കുത്തിക്കൊന്നിട്ടുണ്ട്. 50 രൂപയുടെ പേരിൽ കുത്തിക്കൊന്നിട്ടുണ്ട്. മനുഷ്യന്റെ, പുരുഷന്റെ അനാവശ്യമായ ഈഗോ, വെറും ഈഗോ. തെരുവ് പട്ടികൾക്ക് പോലും ഇത്ര ഈഗോ. നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ. ഇന്നോട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒരു വെല്ലിപ്പൻ വണ്ടി എടുക്കണം, അയാൾ സ്ലോയിലാ പോണേ, അയാളെ ഹോൺ അടിച്ച് വെറുപ്പിക്കണം. നമുക്ക് കാണാൻ ഒരു വയസ്സായ മനുഷ്യൻ